നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാന്റോസിനായുള്ള തൻ്റെ അവസാന മത്സരം നെയ്മർ കളിച്ചു കഴിഞ്ഞുവോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴത്തെ കോൺട്രാക്റ്റ് അനുസരിച്ച് ഇന്ന് റെഡ് കാർഡ് കിട്ടിയതോടുകൂടി അദ്ദേഹം അവസാന മത്സരം കളിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹം സാന്റോസിനായിട്ട് കളി തുടരണമെങ്കിൽ പുതിയൊരു കോൺട്രാക്റ്റ് ഉണ്ടാവേണ്ടതുണ്ട്. നിലവിലെ കോൺട്രാക്റ്റ് ജൂൺ 30 വരെയാണ്. ജൂൺ 30 വരെ ഇനിയിപ്പോൾ ഒറ്റ കളിയാണ് സാന്റോസിന് ബാക്കിയുള്ളത്. ആ മത്സരം ജൂൺ 13 പുലർച്ചെ 4 മണിക്ക് ഫോർട്ടാലേസുമായിട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിനായിട്ട് ബ്രസീലിയറോ സിരിയെ നിർത്തിവെക്കും. ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ജൂലൈ 12 പിന്നെ സാന്റോസിന് കളിയുള്ളത്. ചുരുക്കത്തിൽ ഇനിയിപ്പോൾ ജൂൺ മാസത്തിൽ ഒറ്റ കളി മാത്രമേ സാന്റോസിന് ബാക്കിയുള്ളൂ. ആ കളി ഇന്നലെ ബോട്ടാഫോഗക്കെതിരെ റെഡ് കാർഡ് കിട്ടിയതുകൊണ്ട് നെയ്മർ സസ്പെൻഡഡ് ആണ്. അദ്ദേഹത്തിന് കളിക്കാനും പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ പുതിയ കോൺട്രാക്റ്റ് നെയ്മർക്ക് ഇല്ല എങ്കിൽ അദ്ദേഹം സാന്റോസുമായിട്ടുള്ള അവസാന മത്സരവും കളിച്ചു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. പക്ഷെ നിലവിലെ ഒരു സാഹചര്യത്തിൽ നെയ്മർ മറ്റൊരു യൂറോപ്യൻ ക്ലബിലേക്കും ഒക്കെ ചേക്കേറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നടക്കാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത്തരമൊരു സാഹചര്യത്തിൽ നെയ്മർക്ക് റിക്കവറായി വരാൻ കൂടുതൽ നല്ലത് അദ്ദേഹത്തിന് കുഞ്ഞുനാൾ ക്ലബ്ബായിട്ടുള്ള സാന്റോസ് തന്നെയായിരിക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അവിടെ തന്നെ അദ്ദേഹം തുടരാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാൻ പറ്റില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.